ഹായ് എവ്രി വൺ, വെൽക്കം ടു നോട്ട്ബഡി.in. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡിലെ അനദർ ഡേ ഇൻ പാരഡൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോങ് ആണ്. ഈ ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും ആക്ടിവിറ്റീസും നോട്ട്സും നോട്ട്ബഡി.in എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഈ ഒരു ചാപ്റ്ററിലെ ഈ സോങ്ങിന്റെ ലിറിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഡെയിലി ലൈഫിൽ നമുക്കും ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ നമ്മളത് അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിന്റെ ലിറിക്സിലേക്ക് പോയാലോ? Another day in paradise. She calls out to the man on the street, "Sir, can you help me? It's cold and I have nowhere to sleep. Is there somewhere you can tell me?" എന്താ ഫസ്റ്റ് സ്റ്റാൻസിൽ പറഞ്ഞിട്ടുള്ളത്? ഒരു സ്ത്രീ ഒരാളെ വിളിക്കുകയാണ്, തെരുവിലൂടെ പോകുന്ന ഒരാളെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, "സർ, ക്യാൻ യു ഹെൽപ്പ് മീ? എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ഇവിടെ ഭയങ്കര കോൾഡാണ്, എനിക്കാണെങ്കിൽ തല ചായ്ക്കാൻ ഒരു സ്ഥലമില്ല, ഇടമില്ല, ഉറങ്ങാനും സ്ഥലമില്ല. നിങ്ങൾക്ക് അങ്ങനെ എല്ലാ സ്ഥലം അറിയുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുകയാണ്. He walks on, doesn't look back. He pretends he can't hear her, starts to whistle as he crosses the street, seems embarrassed to be there. എന്താ പറഞ്ഞിട്ടുള്ളത്? അയാൾ അവളെ കേട്ടിട്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് നടന്നു പോവാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ബാക്കോട്ടേക്ക് തിരിഞ്ഞു നോക്കുന്നു പോലും ഇല്ലായിരുന്നു. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? അയാൾ വിസിലടിക്കുന്നുണ്ട്. അത് ആ സ്ട്രീറ്റ് ഇങ്ങനെ ക്രോസ് ചെയ്യുന്നതിനനുസരിച്ച് അയാൾ വിസിലടിക്കുന്നുണ്ട്. അയാൾക്ക് എന്താണ്, ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു സ്ത്രീ ഉള്ള ആ ഒരു സ്ഥലത്ത് നിൽക്കുന്നതിന് ഒരു നാണം വരാണ്, ഒരു എംബാരസ്മെന്റ്, ഒരു ഷെയിം വരെ തോന്നുകയാണ് ചെയ്യുന്നത്. Oh, think twice, 'cause it's another day for you and me in paradise. Oh, think twice, 'cause it's another day for you and me in paradise. Think about it. ഈ ലൈൻസ് ഇത് എഴുതിയ ആളാണ് പറയുന്നത്. എന്താണ്? ഒന്നുകൂടെ ചിന്തിക്ക്, തിങ്ക് ട്വൈസ്, 2 തവണ ചിന്തിക്ക്. കോസ് ഇറ്റ്സ് അനദർ ഡേ ഫോർ യു ആൻഡ് മീ ഇൻ പാരഡൈസ്. കാരണം നമുക്കിത് ഒരു വേറൊരു ദിവസമാണ്, എനിക്കും നിനക്കും ഇത് വേറൊരു ദിവസമാണ്. ഇവിടെ ഇൻ പാരഡൈസ്, സ്വർഗത്തിൽ അല്ലേ. നമ്മൾ നമ്മുടെ ഭയങ്കരമായിട്ടുള്ള കംഫർട്ട് സോണിൽ നമുക്ക് ബുദ്ധിമുട്ടൊന്നും പ്രയാസങ്ങളൊന്നും ഇല്ലാത്ത ജീവിതത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ബാക്കിയുള്ള എല്ലാവർക്കും അങ്ങനെയാണോ? അല്ല. അതുകൊണ്ടാണ് അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. തിങ്ക് ട്വൈസ്, ഒന്നുകൂടെ ചിന്തിക്കുക. കാരണം ഈ ഒരു ദിവസം നമുക്ക് മറ്റൊരു ദിവസമാണ്. എന്ത്? നമ്മൾ പാരഡൈസിലാണ് ഉള്ളത്, നമ്മൾ അത്രയും കംഫർട്ടിലാണുള്ളത്. പക്ഷെ എന്താണ്, എല്ലാവരും അങ്ങനെയല്ല. അതുകൊണ്ട് തിങ്ക് അബൌട്ട് ഇറ്റ്, അതിനെപ്പറ്റി ചിന്തിക്കാൻ പറയാണ് കവി. ഇനി നെക്സ്റ്റ് സ്റ്റാൻസ നോക്കാം. ഷീ കോൾസ് ഔട്ട് ടു ദ മാൻ ഓൺ ദ സ്ട്രീറ്റ്. ഹി ക്യാൻ സീ ഷീസ് ബീൻ ക്രൈയിങ്. She's got blisters on the soles of her feet. She can't walk, but she's trying. തെരുവിലൂടെ പോകുന്ന ആ മാനിനെ അവളെ വിളിച്ചിട്ടുണ്ട്. അയാൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അവൾ കരയുന്നത്, അവൾ കരഞ്ഞോണ്ടിരിക്കുകയാണെന്നുള്ളത്. അതുപോലെ തന്നെ അവളുടെ കാലിൽ എന്തുണ്ട്? ബ്ലിസ്റ്റേഴ്സ് ഓൺ ദി സോൾസ് ഓഫ് ഹെർ ഫീറ്റ്. ഫീറ്റിൽ എന്തുണ്ടെന്നാ പറയുന്നത്? കുറെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവില്ല ഇങ്ങനെ കുമിളകളായിട്ട് വരുന്ന, അതുപോലെ ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്, വീക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവൾക്ക് എന്താണ്, നടക്കാൻ കഴിയില്ല. പക്ഷെ അവൾ എന്ത് ചെയ്യുന്നുണ്ട്? ട്രൈ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. Oh, think twice, 'cause it's another day for you and me in paradise. Oh, think twice, 'cause it's another day for you and me in paradise. Think about it. ഇത് ആരാണ് പറയുന്നത്? ഇത് കവി പറയാണ് അല്ലെ. നേരത്തെ സെയിം ലൈന് റിപ്പീറ്റ് ചെയ്യാണ്. കാരണം അത്രയും സ്ട്രെസ് കൊടുക്കുന്നുണ്ട് അതിന്. എന്തുകൊണ്ടാണ്? നമ്മളോട് ഒന്നുകൂടെ ചിന്തിക്കാൻ പറയാണ്. ട്വൈസ് എന്ന് പറഞ്ഞാൽ 2 തവണ. ഒന്നുകൂടെ ചിന്തിക്ക്. ഇത് നമുക്കിത് വെറും എന്താണ്, ഒരു അനദർ ഡേ മാത്രമാണ്, എനിക്കും നിനക്കും. പക്ഷേ ബാക്കിയുള്ള ആളുകൾക്ക് അങ്ങനെയല്ല. നമ്മൾ പാരഡൈസിലാണുള്ളത്, നമ്മൾ ഫുൾ കംഫർട്ട് സോണിലാണുള്ളത്. ബാക്കി എല്ലാവർക്കും അതേ സുഖ സൗകര്യങ്ങളും കാര്യങ്ങളും ഒന്നുമല്ല ഉള്ളത്. അതുകൊണ്ട് ഒന്നുകൂടെ ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറയാണ് കവി. Oh Lord, is there nothing more anybody can do? Oh Lord, there must be something you can say. ദൈവത്തിനോടാണല്ലേ ഇത് പറയുന്നത്. ദൈവത്തോട് പറയാണ് എന്ത്? ഒന്നും ആർക്കും ചെയ്യാനില്ലേ? ഒന്നും ചെയ്യുന്നില്ലല്ലോ, ആരും ഒന്നും ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ് ദൈവത്തിന്റെ അടുത്ത്. കുറച്ച് ദേഷ്യത്തിലാണല്ലേ ആളുള്ളത് കവി. എന്താണ്, ആർക്കും ഒന്നും ചെയ്യാനില്ലേ? there must be something you can say. ദൈവത്തിന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? അതായത് ആരെ കൊണ്ടെങ്കിലും എന്തെങ്കിലും ചെയ്യിപ്പിച്ചൂടെ എന്ന് ചോദിക്കുകയാണ്. ദൈവത്തിന് ഗൈഡ് ചെയ്യാലോ നമ്മളെ, അങ്ങനെങ്കിലും ചെയ്തൂടെ എന്ന് ചോദിക്കുകയാണ്. അത്രയും ഫ്രസ്ട്രേറ്റഡിലാണ്. കാരണം ആ സ്ത്രീയെ ആരും എന്ത് ചെയ്യുന്നില്ല, തിരിഞ്ഞു നോക്കുക പോലും ചെയ്യുന്നില്ല. അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് അവരവിടെ നിൽക്കുന്നത്. പക്ഷെ എന്താണ്, വിളി കേട്ടിട്ടും കേൾക്കാത്ത പോലെ നടക്കുക അല്ലേ ചെയ്യുന്നത്. You can tell from the lines on her face. You can see that she's been there, probably been moved from
every place cause she didn't fit in there. അവരുടെ മുഖത്തുള്ള ആ ലൈൻസ്, ആ ചുളിവുകളിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും എന്താണ് അവര് കുറെ കാലമായിട്ട് അവിടെയുണ്ട്. അവര് ഒരുപാട് ബുദ്ധിമുട്ടുകളും വേദനകളും ഒക്കെ സഹിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ആ ലൈൻസിൽ നിന്ന്, ആ ചുളിവുകളിൽ നിന്ന് പറയാൻ പറ്റുന്നാ പറയുന്നത്. പ്രോബബ്ലി ബീൻ മൂവ്ഡ് ഓൺ ഫ്രം എവറി പ്ലേസ്. എല്ലാ സ്ഥലത്ത് നിന്നും അവരെന്താണ് ഒരു സ്ട്രീറ്റിൽ നിന്ന് മറ്റൊരു സ്ട്രീറ്റിലേക്ക്, ഒരു തെരുവിൽ നിന്ന് മറ്റൊരു തെരുവിലേക്ക് എന്ന് പറഞ്ഞ പോലെ മൂവ് ചെയ്തിട്ടുണ്ടാവാം. കാരണം എന്താണ്? കോസ് ഷീ ഡിഡൻ ഫിറ്റ് ഇൻ ദർ. അവരെന്താണ് അവിടെ ഒന്നും ഫിറ്റ് ചെയ്യുന്നില്ല. അവരെ സൊസൈറ്റി എന്ത് ചെയ്യുന്നില്ല, അംഗീകരിക്കുന്നില്ല. അവർ ആ സൊസൈറ്റിക്ക് വേണ്ടതാണെന്ന് സൊസൈറ്റിക്ക് ഒരു ചിന്തയില്ല. അവരെല്ലാ സ്ഥലത്തും എന്താണ് ഇങ്ങനെ മൂവ് ചെയ്തിട്ടുണ്ടായിരിക്കാം എന്നാണ് പറയുന്നത്. Oh, think twice, cause it's another day for you and me in paradise. Oh, think twice, it's just another day for you, you and me in paradise. Just think about it. It's just another day for you and me in paradise. It's just another day for you and me in paradise. Just think about it. എന്താ റിപ്പീറ്റ് ചെയ്തിട്ട് പറയുന്നത് എന്താണ്? തിങ്ക് ട്വൈസ്, ഒന്നുകൂടെ ചിന്തിക്ക്, ഒന്നുകൂടെ ചിന്തിക്കുക. എന്താ ചിന്തിക്കേണ്ടത്? ഇത് നമുക്ക് ഇത് അനദർ ഡേ ആണ്, നിനക്കും എനിക്കും സ്വർഗത്തിലെ അടുത്തൊരു ദിവസം മാത്രമാണ്, വേറൊരു ദിവസം മാത്രമാണ്. പക്ഷെ എല്ലാവർക്കും അങ്ങനെയല്ല. അതുകൊണ്ട് എന്താണ്, വീണ്ടും നീ ചിന്തിക്കുക, അതിനെപ്പറ്റി ചിന്തിക്കുക. അതായത് ഒരാള് തെരുവിൽ ഇങ്ങനെ കിടന്ന് ബുദ്ധിമുട്ടുകയാണ്, അത് കണ്ടിട്ടും കാണാത്ത പോലെ നടക്കുകയാണല്ലോ. അതുകൊണ്ട് തിങ്ക് ട്വൈസ്, ഒന്നുകൂടെ ചിന്തിക്കുക. ഒരു തീരുമാനം എടുക്കുന്നതിന് മുന്നേ ഒന്നുകൂടെ ചിന്തിക്കുന്ന ഇങ്ങനെ പറയാണ്. കാരണം നമ്മൾ കംഫർട്ട് സോണിൽ, നമ്മളെല്ലാ സുഖ സൗകര്യങ്ങളിലും നിൽക്കുന്ന സമയത്ത് കുറച്ച് ആളുകൾ എന്താണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അവരെ പറ്റി കൂടെ നമ്മളൊന്ന് ചിന്തിക്കണം എന്നുള്ളതാണ് ഈ ഒരു പോത്തിൽ പറയുന്നത്. അപ്പൊ അത്രയാണ് ഈ ഒരു ചാപ്റ്റർ. ഈ ചാപ്റ്റർ ജസ്റ്റ് വായിച്ചങ്ങ് പോയാൽ പോരാ, ഈ ചാപ്റ്റർ നന്നായിട്ടൊന്ന് ഇരുത്തി ചിന്തിക്കാനുണ്ട്. കാരണം നമുക്ക് ഈ സിറ്റുവേഷന് പലതവണ വരുന്നതാണ് അല്ലെ. അപ്പൊ ആ സമയത്ത് നമ്മൾ എങ്ങനെയാണ് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യല് എന്നൊക്കെ ഒന്ന് ചിന്തിക്കാം. പിന്നെ അതുപോലെ അടുത്ത സമയം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതും ചിന്തിച്ചു നോക്കാം. പിന്നെ ഈ ഒരു ചാപ്റ്ററിൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും NoteBuddy.in എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം മിസ്. അപ്പൊ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, നന്നായിട്ട് പഠിക്കുക. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ്സിൽ ചോദിക്കാം. ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ ഒന്ന് അറിയിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.